ധ്യായേദാനന്ദഗന്ധം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുഹൃതിജനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം പത്മാസനസ്ഥം ശ്രീശബരിഗിരിവരോത്തുംഗപീഠേ നിവിഷ്ടം ചിന്താരത്നാഭിരാമം ശ്രുതി വിനുതപദാംബോരുഹം ഭൂതനാഥം. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഇപ്പോൾ ചൊല്ലിയത് ഒരു അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവിനെ കുറിച്ചുള്ള ധ്യാന ശ്ലോകമാണ്. എപ്രകാരത്തിൽ ഉള്ള ഭൂതനാഥനെ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ധ്യായേദാനന്ദഗന്ധം, ആനന്ദസ്വരൂപിയായിരിക്കുന്ന, ആനന്ദം വിളയാടിക്കൊണ്ടിരിക്കുന്ന, അബാധ ചൂടവും മനസ്സിലൊക്കെ ആനന്ദം. ശാസ്താവ് എന്ന ശരീരത്തിനെ നമ്മൾ കണ്ടാൽ നമുക്ക് ആനന്ദം ഉണ്ടാവും. ആനന്ദസ്വരൂപമല്ലാതെ മറ്റൊരു ഭാവമില്ല. ധ്യായേത് ആനന്ദഗന്ധം പരമഗുരുവരം. നമ്മളൊക്കെ മലയ്ക്ക് പോകുമ്പോൾ ഗുരുസ്വാമി പറഞ്ഞത് കേട്ട ആ ഗുരുസ്വാമിയുടെ ആ ഒരു ശിഷ്യത്വം അംഗീകരിച്ചിട്ടാണ് മലയ്ക്ക് പോവുക, ദർശനം നടത്തുക. അങ്ങനെ വേണം എന്നാണ്. പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുണ്ടല്ലോ. പക്ഷെ ആ ഗുരുസ്വാമികൾക്കൊക്കെ ഗുരുവാണ് ആര്? സർവേശ്വരനായിരിക്കുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ്. പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം, ജ്ഞാനം തന്നെ മുദ്രയായിട്ട് സ്വീകരിച്ചവൻ. ജ്ഞാനമുദ്രാകടാക്ഷം. ചിന്മുദ്ര എന്നാണ് ഈ രണ്ട് വിരൽ, പെരുവിരലും ചൂണ്ടുവിരലും കൂട്ടി ചേർത്ത മുദ്രയ്ക്ക് പറയുക ചിന്മുദ്രം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വേഗം മനസ്സിലാവാനാണ് ആ മുദ്ര കാണിക്കുന്നത് എന്നാണ്. അപ്പം ജ്ഞാനദീക്ഷാകടാക്ഷം എന്നുള്ളതിൻ്റെ വേറൊരു വശമാണ് ചിന്മുദ്രം. സത്സമാധിയും, രണ്ട് കണ്ണും അതിനെ അടച്ച് ആത്മാവിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ സമാധിയാവുക വലിയൊരു വിഷയമായിരിക്കുകയാണല്ലോ. ഇപ്പോൾ സമാധിയായോ സമാധിയായില്ലേ? എന്താണ് സമാധി എന്ന് പറഞ്ഞാൽ? ശരീരം വിട്ട് മരണാവസ്ഥയിലേക്ക് എത്തുക, അങ്ങനെയില്ല. നമ്മുടെയൊക്കെ വിചാരം സമാധിയായി എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നല്ലേ. അങ്ങനെയല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവസ്ഥയാണ് സമാധി. ഗീതയിലൊക്കെ എത്ര സമാധി തസ്യ കേശവ, സ്ഥിതപ്രജ്ഞൻ്റെ സമാധി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒരു തരത്തിലുള്ള മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ വ്യാപാരവും ഇല്ലാതെ അതിനെ പരിപൂർണമായിട്ട് നിശ്ചലമാക്കിയ അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. മരിച്ചോളണം എന്നില്ല, ജീവിച്ചിരിക്കുമ്പോഴുള്ള അവസ്ഥയ്ക്കും സമാധി എന്ന് പറയാം. ചിന്മുദ്രം സത്സമാധിയും, എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ആത്മാവിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എല്ലാം നിശ്ചലാവുക. സുഹൃതി ജനമനോമന്ദിരം സുന്ദരാംഗം. ശബരിമലയിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ, ഒരിക്കലുമല്ല. ഒന്നാമത് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ. ഇനി അങ്ങനെ ഇല്ലെങ്കിലോ സുഹൃതി മനോമന്ദിരം. പുണ്യാത്മാക്കൾ, നല്ല പ്രവൃത്തികളൊക്കെ പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലൊക്കെ ചെയ്ത പുണ്യശാലികളായിട്ടുള്ള അവരുടെ സുഹൃത മനസ്സിൽ സദാ വസിക്കുന്നവനും. ദൈവം ആത്മീയോട് ചോദിക്കേണ്ട ഞാൻ എവിടെ വസിക്കേണ്ട? ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോഴേ ഒരുപാട് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്ത സമചിത്തരായി ശാന്തരായി അങ്ങയുടെ നാമങ്ങൾ സദാ ജപിച്ചുകൊണ്ട് സദ്വൃത്തരായിട്ട് ആരൊക്കെ ഉണ്ടോ, സുഖവാസായ മന്ദിരം, അവരുടെയൊക്കെ മനസ്സിൽ അങ്ങേക്ക് വസിച്ചൂടെ ഭഗവാനെ? അത് വ്യംഗ്യമായിട്ട് പറഞ്ഞു. ഇനി ചോദിച്ചതിന് സമാധാനമായിട്ട് പഞ്ചവടി അവിടെ പോയിട്ട് വസിച്ചോളൂ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് പ്രകൃതത്തിലുള്ള ഉത്തരമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഭഗവാൻ ഉണ്ടാവുക? സച്ചിന്തകൾ ആർക്കുണ്ടോ അവരുടെ മനസ്സിൽ, നല്ല പ്രവൃത്തികൾ എവിടെയുണ്ടോ അവരുടെ മനസ്സ്. സുഹൃതി ജനമനോ മന്ദിരം സുന്ദരാംഗം, ആരെയും ആകർഷിക്കുന്ന ശരീര സൗന്ദര്യത്തോടു കൂടിയവനും. ശാന്തം പത്മാസനസ്ഥം ശ്രീ ശബരിഗിരിവരോത്തുംഗപീഠേ നിവിഷ്ടം, ശാന്തനായിട്ട് പത്മാസനത്തിലിരിക്കുന്നതായ
ശബരിഗിരി വരോത്തുംഗ പീഡേ നിവിഷ്ടം. ശബരിഗിരിയിൽ ആ മന്ദിരത്തിൽ വസിക്കുന്നവനും ആയ ചിന്താരത്നാഭിരാമം. ഏതൊരാളാണോ ആത്മചിന്തയെ ചെയ്യുന്നത് അവരുടെ മുത്തായിട്ട് ചിന്താരത്നമായിട്ട് വിളങ്ങുന്നവനുമായ ചിന്താരത്നാഭിരാമം ശ്രുതിവിനുത പദാംബോരുഹം. വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയിട്ടുള്ള പാദങ്ങളോടുകൂടിയ ഭൂതനാഥനെ ഞാൻ ധ്യാനിക്കുന്നു. ശ്ലോകത്തിൻ്റെ അർത്ഥം എത്രയോ വിശേഷണങ്ങളാണ് പറഞ്ഞത്. വേദങ്ങളാൽ സ്തുതിക്കപ്പെട്ട പാദങ്ങൾ, സുഹൃതിജന മന്ദിരം, സുഹൃതിജന മനോമന്ദിരം, സുഹൃതം ചെയ്തതായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ വസിക്കുന്നവൻ, വേദങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന പാദപത്മത്തോടു കൂടിയവൻ, സുന്ദരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവൻ, ആനന്ദസ്വരൂപത്തോടു കൂടിയവൻ, ശബരിഗിരിയിൽ വിശേഷണ ക്ഷേത്രത്തിൽ ശോഭിക്കുന്നവൻ. ഇതൊക്കെ സാമാന്യമായിട്ടുള്ള ആ വർണ്ണനയുടെ ഒരർത്ഥം, രൂപത്തിൻ്റെ വർണ്ണനയുടെ അർത്ഥം. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇടയിലുള്ള ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അത്രയും സമയമുള്ളൂ, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചില ആൾക്കാരെങ്കിലും ചോദിച്ച് കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് അയ്യപ്പൻ ബ്രഹ്മചാരി ആയത്? എന്തുകൊണ്ടാണ് അയ്യപ്പൻ ഗൃഹസ്ഥനാണെന്നും പറയുന്നു? പുഷ്കള, പൂർണ്ണ എന്നീ 2 പത്നിമാരുണ്ടല്ലോ. അപ്പം എങ്ങനെയും ബ്രഹ്മചാരിയാവുക? ബ്രഹ്മചാരിക്ക് പത്നിമാരുണ്ടാവും. ഇതിന് ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തണം, പറയാൻ അറിയണം എന്നർത്ഥം. അതായത് മോഹിനി വേഷം ധരിച്ച് ആ വിഷ്ണുവിൻ്റെ തുടയിൽ നിന്ന് പുറത്തേക്ക് ചാടി കീറിയെടുത്തതായിട്ടുള്ള സന്തതിയാണ് ശാസ്താവ്. അത് ശാസ്താവാണ് കേട്ടോ, അയ്യപ്പനല്ല. ആ ശാസ്താവ് പുഷ്കള, പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ ശാസ്താവ് ശരിക്കും ഗൃഹസ്ഥനാണ്. പിന്നെ എങ്ങനെ ബ്രഹ്മചാരിയാവുക? അപ്പോൾ ഈ ശാസ്താവിൻ്റെ യുദ്ധസാമർഥ്യം കണ്ട് വളരെ കേമനായിട്ടുള്ള ഒരാൾ, ആ കുട്ടിക്കാലത്ത് നായാട്ടമൊക്കെ കണ്ട സമയത്ത് ഒരു രാജാവ്, പിഞ്ചകൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്, ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞ കഥയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ കൗതുകം തോന്നി ഈ കുട്ടിയുടെ. ശാസ്താവ് കുട്ടിയാവുന്ന കാലത്തെ കഥയാണ് പറയുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ പുത്രനായിട്ട് കിട്ടുമോ? അടുത്ത ജന്മെങ്കിലും, ഈ ജന്മം കിട്ടില്ല. അപ്പം കരുണാനിധിയായിട്ടുള്ള ശാസ്താവ്, അടുത്ത ജന്മം ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് വരാം, അങ്ങനെ ആയിട്ടൊരു അവതാരവും ജന്മവും ഞാൻ എടുത്തോളാം എന്ന് വരം കൊടുത്തു എന്നാണ് ഈ പിഞ്ചകന് വളരെ സന്തോഷമായി. ആ പിഞ്ചകനാണ് പന്തള രാജാവായിട്ട് അടുത്ത ജന്മം ജനിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ പുത്രനായിട്ട് വരാനൊരു കാരണമുണ്ടായി. ആ കാലത്തെ മഹിഷി എന്ന് പറഞ്ഞിട്ടുള്ള ദുഷ്ടത്തി ഒരുപാട് ആളുകളെ ദ്രോഹിച്ച് കാട്ടിൽ അധർമ്മിഷ്ഠയായിട്ട് കൊടികുത്തി വാഴണ കാലം. കഷ്ടകാലത്തിന് ഒരു വരം മേടിച്ചിട്ടുണ്ട് മഹിഷി. 18 കൊല്ലം തുടർച്ചയായിട്ട് ബ്രഹ്മചര്യലംഘനമില്ലാത്ത, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാളൊക്കെ തന്നെ പറ്റാൻ പാടൂ. വളരെ ബുദ്ധിമുട്ടാണ്. 18 കൊല്ലമൊക്കെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമാണ്. ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ല കേട്ടോ. കണ്ണുകൊണ്ട് കണ്ടിട്ട്, ശരീരം കൊണ്ട് സ്പർശിച്ചിട്ട്, ഒരാളെക്കുറിച്ച് കേട്ടിട്ട് ഒക്കെ മനസ്സിളകാമെന്നാണ്. സ്പർശിച്ചിട്ടോ സ്ത്രീപുരുഷ ബന്ധത്തിൽ കൂടെ ഇങ്ങനെ 8 വിധം ബ്രഹ്മചര്യമുണ്ട്. ഇതൊക്കെ തെറ്റാതെ ഒരാൾക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അങ്ങനെ 18 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് ഒരാളൊക്കെ തന്നെ കൊല്ലാൻ പാടൂ എന്ന് വരം വാങ്ങിയിട്ടുണ്ട് ഈ മഹിഷി. ബ്രഹ്മദേവനോ മറ്റോ കൊടുത്തതാണ്. അപ്പോഴാണ് ഈ പന്തള രാജാവിന് സന്തതി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ അയ്യപ്പൻ പുത്രനായിട്ട് അവതരിക്കുന്നത്. അപ്പം മഹിഷിയെ കൊല്ലും വേണം. 18 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. ആ അയ്യപ്പനാണ് ബ്രഹ്മചാരി. കല്യാണം കഴിച്ചിട്ടില്ല. മഹിഷിയെ കൊന്നതിന് ശേഷം അദ്ദേഹം ശബരിമലയിൽ പോയിട്ട് തപസ്സിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പന്തള രാജാവിൻ്റെ പുത്രനായിരിക്കുന്ന അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. ആ അയ്യപ്പൻ്റെ പഴയ ജന്മത്തിലുള്ള ശാസ്താവ് ഗൃഹസ്ഥനാണ്. പുഷ്കള, പൂർണ്ണ എന്നീ 2 സ്ത്രീരത്നത്തെ വിവാഹം കഴിച്ചിരുന്നു. അടുത്ത അവതാരമാണ് അയ്യപ്പൻ, അത് ബ്രഹ്മചാരിയാണ്. ഇപ്പോൾ ആരാണ് അയ്യപ്പൻ ബ്രഹ്മചാരി, ആരാണ് ഗൃഹസ്ഥൻ എന്നുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. 2 ജന്മങ്ങളിലാണ്. ഒരു ജന്മങ്ങളിൽ ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ, മുമ്പത്തെ ജന്മത്തിൽ ഗൃഹസ്ഥനാണ് ശാസ്താവ്.
കർത്താവും അതുപോലെ അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് അടുത്ത ജന്മമാണ്, ഒന്ന് ഒരു ആദ്യത്തെ ജന്മമാണ്. ഈ വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ അയ്യപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അയ്യപ്പന് പ്രാധാന്യമുള്ള ദിവസം ശനിയാഴ്ചയാണ്. ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ആരാണ് ബ്രഹ്മചാരിയായിട്ടുള്ള ശാസ്താവ്, ആരാണ് ഗൃഹസ്ഥനായിട്ടുള്ള ശാസ്താവ് എന്നുള്ളത് മാത്രം. പിന്നെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതും ബാക്കിയൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. ധ്യായേദാനന്ദഗന്ധം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സസ്സമാധിം സുഗതിജനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം പത്മാസനത്തം ശ്രീശബരിഗിരിവരോത്തുംഗപീഠേ നിവിഷ്ടം ചിന്താരത്നാഭിരാമം ശ്രുതി വിനുത പദാംബോരുഹം ഭൂതനാഥം. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.